കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർക്ക് സ്നേഹസമ്മാനവുമായി ആശുപത്രി കെട്ടിടം ഒരുങ്ങി. അപകടത്തിൽ പരിക്കേറ്റവരും മരിച്ചവരുടെ ബന്ധുക്കളുമാണ് നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒരു വിഹിതം നൽകി വിമാനത്താവളത്തിന് സമീപത്തെ നെടിയിരുപ്പ് ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. മഹാമാരിയും കോരിച്ചൊരിയുന്ന മഴയും വകവെക്കാതെ നടുകെ പിളർന്ന ആ വിമാനത്തിനരികിലേക്ക് ഓടിയ കുറെ മനുഷ്യർ. സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ദുരന്തത്തിൽപ്പെട്ടവരെ വാരിയെടുത്ത് കിട്ടിയ വാഹനങ്ങളിൽ ആശുപത്രിയിലേക്ക് ഓടിയവർ. പകരം വെക്കാനില്ലാത്ത നന്മയുടെ കാഴ്ചയായിരുന്നു 2020 ഓഗസ്റ്റ് 7 രാത്രി കരിപ്പൂരിൽ കണ്ടത്. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തി തങ്ങളെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയ നെടിയിരുപ്പ് നിവാസികൾക്ക് 5 വർഷങ്ങൾക്കിപ്പുറം അപകടത്തിൽ മുറിവേറ്റവർ തിരിച്ചൊരു സ്നേഹ സമ്മാനം നൽകുകയാണ്. നെടിയിരുപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം. ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സഹായം ഉണ്ടായിട്ടില്ല. കോവിഡ് കാലത്ത് ക്വാറന്റൈനിലായുള്ള മനുഷ്യർ വന്ന് വിമാനം കത്തിപ്പടരുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും വിമാനത്തിൽ കയറി യാത്രക്കാരെ കോരിയെടുത്ത് ആശുപത്രി എത്തിച്ചവരാണ് നാട്ടുകാർ. ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ തരത്തിലുള്ള സഹായം ചെയ്ത മനുഷ്യരോടുള്ള നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. വിമാനാപകടത്തിൽപ്പെട്ടവരുടെ സംഗമത്തിലാണ് നാട്ടുകാർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആലോചന വന്നത്. തുടർന്നാണ് ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം പണിയാമെന്ന് തീരുമാനിച്ചത്. നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഒരു വിഹിതം നൽകിയാണ് 30 ലക്ഷം രൂപ ചിലവിൽ കെട്ടിടം പണിതത്. ഓരോരുത്തരും 5000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ തന്ന യാത്രക്കാരുണ്ട്. സ്വമേധയാ ഒരാളോടും ഒരു പൈസയും അവർക്ക് കിട്ടിയ നഷ്ടപരിഹാര തുകയുടെ പലതിന്റെ വലിപ്പവും ചെറുപ്പവും ഞങ്ങൾക്ക് അറിയാം. പക്ഷേ എന്നാൽ പോലും വലിപ്പത്തിനനുസരിച്ചൊന്നും നമ്മൾ ഒരാളോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ പൈസ ഓഫർ ചെയ്ത് TV ഇബ്രാഹിം MLA മുഖ്യ രക്ഷാധികാരിയായ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് കെട്ടിടം പണിതത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം സെപ്റ്റംബർ ആദ്യവാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. മീഡിയ 1 മലപ്പുറം.